ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അത് എല്ലാവരും അത് കണ്ടു നോക്കി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റും നല്ല രുചിയുള്ളതാണ്. ഇത് റവയാണ്, വറുത്തെടുക്കുക. ഇത് 2 പേർക്കുള്ള റവയുണ്ട്. ഇനി ഒരു ക്യാരറ്റാണ് വേണ്ടുന്നത്. ഇത് നമുക്കൊന്ന് ചീവിയെടുക്കാം. പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ഇന്ന് ചെയ്യുമ്പോഴേ അതൊരു രസമാണ് കേട്ടോ. അപ്പോൾ പാചകം നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഞാൻ റവ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ ഞാൻ കാണിച്ചു. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നെയ്യാകുമ്പോഴേ ഈ കൊളസ്ട്രോളുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇഞ്ചിയും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കൂടുതൽ ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇടുന്നത് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇത് എന്താ ഡ്രൈ ഫ്രൂട്ട്സാന്ന് പറയട്ടെ. ഇത് ഇവിടുത്തെ ഈ പൂവമ്പഴം ഉണ്ടല്ലോ, ഞാലിപ്പൂവൻ, അതിങ്ങനെ അധികം വരുമ്പോൾ ഇങ്ങനെ ഉണങ്ങി വെക്കുന്നതാണ്. അതാണെങ്കിൽ നമുക്ക് ഈ ഉപ്പുമാവിനകത്തൊക്കെ ഇടുമ്പോഴേ പിന്നെ മധുരത്തിന് ആവശ്യം വരത്തില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് നട്ട്സുകളൊക്കെ ഇടാം, പിന്നെ ഈന്തപ്പഴമൊക്കെ ഇടാം. പക്ഷേ ഈന്തപ്പഴം ഒന്നും വേണ്ട, ഇതിട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിടാം. അപ്പം ഞാനത് നട്ട്സ് ഒന്നും ഇടുന്നില്ല, ഈന്തപ്പഴവും ഇടുന്നില്ല. കാരണം ഈ പഴം ഉണ്ടായതുകൊണ്ട്. നമ്മുടെ വീട്ടിൽ പഴമൊക്കെ ചിലത് അവിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അടുത്ത് കളയുക ചെയ്യേണ്ടത്. അത് ഇതുപോലെ ഇങ്ങനെ കീറി ഉണങ്ങി വെച്ചിരുന്നാൽ നല്ലതാണ്. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണാം. കണ്ടോ, ഇതൊരു മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഇതിനകത്തിടാൻ പോകുന്നത് ഉള്ളിയാണ്, സവാള ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. കേട്ടോ, ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് വെച്ചതായിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. കൂടുതൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. റവ കുറവാണ്, പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഇച്ചിരി കൂടുതലാണ്. കണ്ടോ, റവയേക്കാൾ കൂടുതലാണ്. റവ ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ 2 പേർക്കുള്ള കുറച്ച്. ഇനി ഇതൊന്ന് ഭംഗിയായിട്ട് തിളച്ചൊന്ന് വേവട്ടെ. ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന്. കാരണം ഇത് ഭംഗിയായിട്ടൊന്ന് റവ വെന്ത് വരണം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും.
ഇനി ഞാനത് ഓഫ് ചെയ്യാൻ പോവാണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.